ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24 പറയുന്നത് നോക്കുക. ലെറ്റ് ദ ഇൻറ്റീജേഴ്സ് എ ബി എന്ന് പറയുന്നത് -3 to 3 ആണ്. സച്ച് ദാറ്റ് a plus b not equal to 0. നമ്പർ ഓഫ് പോസിബിൾ ഓർഡേർഡ് പെയേഴ്സ്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് സെറ്റ് കോംപ്ലക്സ് നമ്പർ ആണ്. എ ബി ബിലോങ്സ് ടു -3 to 3 ആണ്. അപ്പൊ ഇതാ മോഡ് സെറ്റ് മൈനസ് എ ബൈ സെറ്റ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1. അതിൽ നിന്ന് നമുക്ക് എന്താ എഴുതാം? മോഡ് സെറ്റ് മൈനസ് എ ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് മൈനസ് ഓഫ് മൈനസ് ബി സെറ്റ് പ്ലസ് ബി, അതായത് മൈനസ് ഓഫ് മൈനസ് ബി. ഓക്കെ ആണല്ലോ, ക്ലോസ് ചെയ്തു. പ്രോപ്പർട്ടീസ് ഓഫ് മോഡൊക്കെ അപ്ലൈ ചെയ്തു. ഇനി ആ ഡിറ്റർമിനന്റ് വാല്യൂ ഈസ് 0 മോഡ് സെറ്റ് പ്ലസ് 1. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ പ്രോപ്പർട്ടീസ് ഒക്കെ അത് ഉപയോഗിച്ച് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ R1 ഗീവ്സ് R1 പ്ലസ് R2 പ്ലസ് R3 നമ്മൾ ചെയ്യുന്നു. അപ്പോൾ R1 ഗീവ്സ് R1 പ്ലസ് R2 പ്ലസ് R3 അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നു. സെറ്റ് പ്ലസ് 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ 0 അല്ലേ? സെറ്റ് എന്ന് വരും ആദ്യം. ഇവിടെയും സെറ്റ്, ഇവിടെയും സെറ്റ്. ഒമേഗ സെറ്റ് പ്ലസ് ഒമേഗ സ്ക്വയർ 1, ഒമേഗ സ്ക്വയർ 1 സെറ്റ് പ്ലസ് ഒമേഗ. ഓക്കെ, ഇതിന്റെ വാല്യൂ ഇവിടെ എന്താ വാല്യൂ? 1 ആണ്. ഓക്കെ, ഇതിനി എന്ത് ചെയ്യുന്നു? സെറ്റ് നമ്മൾ കോമൺ ഫാക്ടർ എടുക്കുന്നു. സെറ്റ് ഇൻറ്റു 1 1 1 ഒമേഗ സെറ്റ് പ്ലസ് ഒമേഗ സ്ക്വയർ 1 ഒമേഗ സ്ക്വയർ 1 സെറ്റ് പ്ലസ് ഒമേഗ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? C2 gives C2 minus C1 and C3 gives C3 minus C1. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ Z ഇൻറ്റു C2 മൈനസ് C1 1 ഒമേഗ ഒമേഗ സ്ക്വയർ 0 സെറ്റ് പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ 1 മൈനസ് ഒമേഗ സ്ക്വയർ 0 1 മൈനസ് ഒമേഗ സെറ്റ് പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അപ്ലൈ ചെയ്ത് ആ ഡിറ്റർമിനന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ കിട്ടും. പുറത്തൊരു സെറ്റും ഉണ്ട്. സോ ആക്ച്വലി ഇറ്റ് വിൽ ബി, നോക്കൂ, സെറ്റ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 ആണ്. സെറ്റ് ക്യൂബ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കറിയാം സെറ്റ് ഈക്വൽ ടു 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ സെറ്റ് എന്ന് പറയുന്നത് 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആണ്. ഇനി കണ്ടീഷനിലേക്ക് വരിക. നമുക്ക് എന്താ അവിടെ തന്നിരിക്കുന്നത്? മോഡ്, അല്ലെങ്കിൽ നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? മോഡ് സെറ്റ് മൈനസ് എ ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് മൈനസ് ഓഫ് മൈനസ് ബി എന്നാണ് അല്ലേ? അപ്പൊ സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ എന്താണ്? സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ 1 ആണ് അല്ലേ? അപ്പൊ മോഡ് സെറ്റ് മൈനസ് എ ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിച്ച് മീൻസ് എന്താണ്? ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെ? ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ്, ജോയിനിങ് ഏതൊക്കെ? എ ആൻഡ് മൈനസ് ബി. അതല്ലേ മോഡ് സെറ്റ് മൈനസ് എ ഇസ് ഈക്വൽ ടു മോഡ് സെറ്റ് മൈനസ് മൈനസ് ബി എന്ന് പറയുന്നത് അല്ലേ? റെഡി അല്ലേ? ഇനി നോക്കൂ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ കോമ ബി ബിലോങ്സ് ടു ഏതൊക്കെയാണ്? -3 to 3 ആണോ നോക്കണേ? -3 to 3 അല്ലേ? ബിലോങ്സ് ടു എ ബി. അപ്പൊ ഇതിൻ്റെ ഉള്ളിലാണ് എയും ബിയും എന്ന് പറയുന്ന ഈ 2 പോയിന്റുകൾ ഉള്ളത്.
എന്നിട്ട് മോഡ് 1 മൈനസ് എ ഈസ് ഈക്വൽ ടു ആദ്യത്തേത് എന്ത് വരും? മോഡ് 1 മൈനസ് ഓഫ് മൈനസ് ബി വരും. അപ്പൊ എന്നിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് എ മൈനസ് ബി നോക്കൂ, എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ഈ പോയിന്റ് -3 to 3 എത്ര ഓർഡേർഡ് പെയേഴ്സ് ഉണ്ട് നോക്കുക. പിന്നെ സെറ്റിന് അപ്പൊ നമുക്ക് ഇവിടെ 5 ഓർഡേർഡ് പെയേഴ്സ് വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അത് കൂടാതെ തന്നെ സെറ്റിന് ഒമേഗയും ഒമേഗ സ്ക്വയറും. അപ്പൊ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഈക്വൽ ടു ഒമേഗ ഓർ ഒമേഗ സ്ക്വയർ ആണ്. അത് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്തേക്ക് വീണ്ടും 5 ഓർഡേർഡ് പെയേഴ്സ് ഈ കണ്ടീഷനിൽ കൊടുക്കുന്ന സമയത്ത് വീണ്ടും എക്കും ബിക്കും 5 ഓർഡേർഡ് പെയേഴ്സ് വരും. അപ്പോൾ 5 + 5 10 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നോക്കാം.